ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പ്രധാന വാർത്തയെക്കുറിച്ചാണ്. 500 രൂപ നോട്ടുകൾ ഇനി സ്വീകരിക്കില്ല എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പലർക്കും ലഭിക്കുന്നുണ്ട്. ചിലർ പെട്ടെന്ന് ബാങ്കിൽ നിക്ഷേപിക്കണമെന്ന് പറയുമ്പോൾ മറ്റു ചിലർ ഈ നോട്ടുകൾ ഉടൻ അസാധുവാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. സത്യത്തിൽ ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നതാണ് ഇന്ന് നമുക്ക് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ പ്രചരിക്കുന്ന പ്രധാന കറൻസി നോട്ടുകൾ 10, 20, 50, 100, 200, 500 രൂപ നോട്ടുകളാണ്. 2000 രൂപ നോട്ട് പിൻവലിച്ചതിനു ശേഷം രാജ്യത്ത് ഏറ്റവും ഉയർന്ന മൂല്യമുള്ള സാധുവായ നോട്ട് 500 രൂപ നോട്ടുകളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ കേന്ദ്ര സർക്കാരോ 500 രൂപ നോട്ടുകൾ അസാധുവാക്കിയതായി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ നിലവിൽ ഈ നോട്ടുകൾ പൂർണ്ണമായും നിയമപരമായി സാധുവാണ്. ബാങ്കുകൾക്ക് സാധുവായ കറൻസി സ്വീകരിക്കേണ്ട ബാധ്യത ഉണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബാങ്ക് ഒരു നോട്ട് സ്വീകരിക്കാതെ പരിശോധിക്കാം. നോട്ട് കൃത്രിമമാണെന്ന് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കീറിപ്പോയതോ ഭാഗികമായി നശിച്ചതോ ആണെങ്കിൽ ബാങ്ക് അത് പരിശോധനയ്ക്ക് പിടിച്ചുവെക്കും. ഇത് നോട്ട് നിരോധിച്ചതായി അർത്ഥമാക്കാൻ പാടില്ല. സംശയാസ്പദമായ നോട്ടുകൾ മാത്രം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് ബാങ്കുകളുടെ നടപടി. ഈ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടരാൻ പ്രധാന കാരണം മുൻകാല അനുഭവങ്ങളാണ്. 2016 നടന്ന നോട്ട് നിരോധനത്തിന്റെ ഓർമ്മ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ശക്തമാണ്. അന്ന് ഒരേ രാത്രിയിൽ വലിയ മൂല്യമുള്ള നോട്ടുകൾ അസാധുവാക്കിയിരുന്നു. പിന്നീട് 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചപ്പോൾ വീണ്ടും ആശങ്കകൾ ഉയർന്നു. ഈ പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ സന്ദേശവും ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. ഒരു നോട്ടിനെ അസാധുവാക്കുന്നത് ചെറിയ കാര്യമായിട്ടില്ല. റിസർവ് ബാങ്ക് ഔദ്യോഗിക സർക്കുലർ പുറത്തിറക്കും. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ദേശീയ തലത്തിൽ വാർത്താ മാധ്യമങ്ങളിൽ വിശദമായ റിപ്പോർട്ടുകൾ വരും. ബാങ്കുകൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകും. ഇത്തരമൊരു പ്രക്രിയയില്ലാതെ ഒരു നോട്ടും രഹസ്യമായി നിരോധിക്കാൻ സാധിക്കില്ല. 500 രൂപ നോട്ടിന്റെ സുരക്ഷാ സവിശേഷതകൾ അറിയുന്നതും പ്രധാനമാണ്. മഹാത്മാഗാന്ധിയുടെ ചിത്രം, സുരക്ഷാ തണ്ട്, വെള്ളമുദ്ര, മൈക്രോ ലെറ്ററിംഗ്, റിസർവ് ബാങ്ക് ചിഹ്നം എന്നിവ നോട്ടിൽ ഉണ്ടായിരിക്കണം. സംശയം തോന്നുന്ന പക്ഷം അടുത്ത ബാങ്കിൽ പരിശോധനയ്ക്ക് നൽകാം. ചിലർ അഭ്യൂഹങ്ങൾ കേട്ട് പണം വീട്ടിൽ സൂക്ഷിക്കാൻ തുടങ്ങുന്നു. എന്നാൽ വീട്ടിൽ വലിയ തുക സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല. മോഷണം, തീപിടുത്തം, നഷ്ടപ്പെടൽ എന്നീ അപകടങ്ങൾ ഉണ്ടാകും. ബാങ്കിൽ നിക്ഷേപിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. കൂടാതെ ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിന് ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാണ്. സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ ശരിവെക്കാതെ വിശ്വസിക്കരുത്. ഔദ്യോഗിക വെബ്സൈറ്റുകൾ പരിശോധിക്കുക. റിസർവ് ബാങ്കിന്റെ അറിയിപ്പുകൾ കാണുക. ബാങ്കുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തുക. തെറ്റായ വിവരങ്ങൾ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ 500 രൂപ നോട്ടുകൾ പൂർണ്ണമായും സാധുവാണ്. ബാങ്കുകൾ സ്വീകരിക്കാതിരിക്കാനുള്ള നിയമപരമായ കാരണമില്ല. കൃത്രിമമോ കേടായതോ അല്ലെങ്കിൽ മാത്രം പരിശോധനയ്ക്ക് വിധേയമാകും. അതിനാൽ പേടിക്കേണ്ട സാഹചര്യം നിലവിലില്ല. സ്വാഗതം, ഭാരത പബ്ലിക് മീഡിയ. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കൺ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ.